കാവേരി നദിയുടെ തീരവും തീരത്ത് വളർന്നു വന്ന യോഗ സ്കൂളിനെ കുറിച്ചും കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു. മാസ്റ്റർ CVV യോഗ പഠിപ്പിക്കാൻ തുടങ്ങി. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ മാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് യോഗ പഠിക്കാനായി. ഏകദേശം 1000-ഓളം ആൾക്കാരെ മാസ്റ്റർ യോഗ പഠിപ്പിച്ചു. അവരെ നാടിൻ്റെ നാനാഭാഗത്തേക്കും യോഗ പരിശീലനത്തിനായി അവരെ പറഞ്ഞയക്കുകയും ചെയ്തു. യോഗ പരിശീലനത്തിനായി മാസ്റ്ററുടെ വീട്ടിലെത്തിയിരുന്നവർക്ക് താമസ സൗകര്യങ്ങൾ സൗജന്യമായി തന്നെ മാസ്റ്റർ നൽകിയിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം നൽകിയിരുന്നത് മാസ്റ്ററാണ്. മാസ്റ്ററുടെ സ്വത്തുവകൾ വിറ്റ് ആണ് ഇതിനു വേണ്ട പണം കണ്ടെത്തിയിരുന്നത്. അവസാനം മാസ്റ്ററുടെ വീടും യോഗ സ്കൂളും മാത്രം ബാക്കിയായി മാറി. യോഗ സ്കൂളിൽ ദീക്ഷ കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അത് പ്രാചീന സമ്പ്രദായത്തിൽ വളരെ വിപുലമായ ചടങ്ങുകളോടുകൂടി മാത്രമേ നടത്തിയിരുന്നുള്ളൂ. എന്നാൽ മാസ്റ്റർ ആ ചടങ്ങുകളെല്ലാം മാറ്റിവെച്ച് തൻ്റെ പേരിൻ്റെ 3 അക്ഷരമായ CVV എന്ന അക്ഷരം ഉപയോഗിച്ച് മാസ്റ്റർ ഈ ദീക്ഷാ സമ്പ്രദായം കൊടുക്കുവാൻ തുടങ്ങി. അത് എല്ലാവർക്കും വളരെ അത്ഭുതമായിരുന്നു. ഈ 3 അക്ഷരത്തിലൂടെ പ്രപഞ്ചശക്തിയെ തൻ്റെ ശിഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ മാസ്റ്റർക്ക് കഴിഞ്ഞിരുന്നു. കാലത്തിനുണ്ടായ മാറ്റത്തിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കുകയും ഇംഗ്ലീഷിൽ മന്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ മാസ്റ്റർ തുടങ്ങി. ശിഷ്യനിലേക്ക് മാസ്റ്ററിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളായ CVV എന്ന 3 അക്ഷരത്തിലൂടെ ഈ പ്രപഞ്ചശക്തിയെ ശിഷ്യനിലേക്ക് പ്രവേശിക്കുമ്പോൾ ശിഷ്യന്റെ അന്തരചൈതന്യത്തെ ഉണർത്തുകയും അത് പടിപടിയായി മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, തുരീയം എന്നീ ലെവലിലേക്ക് ശിഷ്യന്റെ അന്തരംഗ പ്രാണനെ ഉയർത്തുകയും ചെയ്യും. എല്ലാ ചക്രങ്ങളിലേക്കും ഈ പ്രപഞ്ച ചൈതന്യം എത്തുന്നതോടുകൂടി ശിഷ്യൻ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായി. ഗൃഹങ്ങളെ പരിധിയിൽ നിർത്താനായി ഓരോ ഗൃഹത്തിനും വേണ്ട ദീക്ഷാ സമ്പ്രദായങ്ങൾ മാസ്റ്റർ കൊടുത്തിരുന്നു. ശനിയെക്കുറിച്ച് മാസ്റ്റർ പറഞ്ഞിരുന്നത് ശനി ഗ്രഹത്തെ ശരിയായി മനസ്സിലാക്കിയാൽ നമ്മെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും അത് മോചിപ്പിക്കും എന്നാണ്. നോർമൽ ടെമ്പർമെന്റ്, വീറ്റ് ലെവൽ എന്നിവയായിരുന്നു മാസ്റ്ററുടെ പ്രമുഖമായ ഇംഗ്ലീഷ്